Good morning, students. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ എന്താണ് പ്രൊജക്ഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണം. എങ്ങനെ ഒരു പോയിന്റ് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് അങ്ങോട്ട് വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ പോയിന്റ്സ്, അത് കഴിഞ്ഞ് വരുന്ന ലൈൻസ്, ഈ രണ്ട് ചാപ്റ്ററിൽ നമുക്ക് ഈ പോയിന്റ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ചെയ്യാൻ പറ്റൂ. കാരണം ലൈൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ബേസിക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റിൻ്റെ പ്രൊജക്ഷനാണ്. സോ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇതാണ് കണക്ഷൻ. അപ്പോൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്താണെന്ന് അതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അപ്പോൾ എന്താണ് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് എല്ലാ ബ്രാഞ്ചുകാരും എന്തിനാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന ചില കാര്യങ്ങൾ, ചില കമ്പോണൻസുകളുടെ സ്പെസിഫിക്കേഷനിൽ ചില കമ്പോണൻസുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറലി പറയുന്നതിനേക്കാൾ ഭയങ്കര ഇഫക്റ്റീവാണ് വിഷ്വലി അത് കൊടുക്കാറ്. വിഷ്വലി കൊടുക്കാതെ അതിൻ്റെ ഡ്രോയിങ് വരച്ച് അതിൻ്റെ ഫുൾ ഫിഗറുകൾ വരച്ച് അതിൻ്റെ കമ്പോണൻസ് കാര്യങ്ങൾ ഡയമെൻഷൻ എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആകും. അല്ലെങ്കിൽ എത്രമാത്രം അതിനകത്തുള്ള ഡേറ്റ ഉണ്ട്, എന്താണ് അതിൻ്റെ ഡയമെൻഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രോയിങ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാത്ത ഒരാളുടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഡ്രോയിങ് വരച്ച് ഒരു ഒബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫിഗർ വരച്ച് ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും നമ്മൾ ഓർലി എത്ര പറയുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ് നമ്മളൊരു ഫിഗർ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് എല്ലാ നാട്ടുകാരും പഠിക്കുന്നത് ഒരു ഡ്രോയിങ് സബ്ജക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലും ഈ ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് വരുന്ന നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ളത് അറിയാം. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിൻ്റെ മിനിമം നമ്മൾ പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ 3 വ്യൂസ്, അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനെ 3 വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡ്രോയിങ്ങിൽ. ഇപ്പോൾ 3 ഫിഗറുകൾ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഈ 3 ഫിഗറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഫിഗറിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വരയ്ക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഡസ്റ്റർ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡസ്റ്റർ നമുക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡസ്റ്ററിൻ്റെ 3 കാര്യങ്ങൾ വരയ്ക്കും. ഒന്ന് ഫ്രണ്ട് വ്യൂ. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നോക്കി എന്താണ് കാണുന്നത്? ഒരു വൈറ്റ് സർഫസ് ആണ് ആക്ച്വലി കാണാൻ പറ്റുന്നത്, അല്ലേ? ഒരു വെള്ള സർഫസ്. അപ്പോൾ ആ വെള്ള സർഫസ് ഒരു റെക്ടാങ്കുലർ സർഫസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഈ സെയിം പൊസിഷനിൽ ഞാൻ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. സോ ടോപ്പ് വ്യൂ നോക്കിയാൽ ചെറിയൊരു റെക്ടാങ്കിൾ ആയിരിക്കും. ദെൻ സൈഡിൽ നിന്ന് നോക്കിയാൽ എന്താണ് കാണുന്നത്? ചെറിയൊരു റെക്ടാങ്കിൾ ആയിരിക്കും. ഓരോന്നും വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വൈറ്റ് സർഫസ് ആണെങ്കിൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു സർഫസ് ആയിരിക്കും, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു റെക്ടാങ്കിൾ ആയിരിക്കും. അപ്പോൾ 3 ഡയറക്ഷനിൽ നിന്ന് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ 3 ഫിഗറുകളാണ് കിട്ടുന്നത്. സോ ഈ 3 ഫിഗറും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വരച്ചെങ്കിൽ മാത്രമേ എക്സാക്ട്ലി ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെറുതെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് പറയുന്നത് ഒരു ഡസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനിഷൻ ആയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും മാത്രമേ കിട്ടുള്ളൂ. എത്ര തിക്നെസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ തിക്നെസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സൈഡിൽ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തിക്നെസ്സിനെ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമുക്ക്, ഞാൻ ഈ റെക്ടാങ്കിൾ വരച്ചാൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ. നമുക്ക് ആ ഹൈറ്റും അതിൻ്റെ ലെങ്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ തിക്നെസ് എത്രയാണെങ്കിൽ എസ്റ്റിൻ്റെ തിക്നെസ് എത്രയാണെന്ന് അറിയുന്നത് സൈഡിൽ നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ തിക്നെസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് വ്യൂ വരച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിക്നെസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനെ 3 വ്യൂ കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഫിഗറുകൾ വരയ്ക്കാൻ പറ്റും. അങ്ങനെ 3 വ്യൂസും വരയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ഐഡിയ. എന്താണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ളത്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ 3 വ്യൂസിനെ കമ്പൈൻ ചെയ്ത് ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ റിയൽ ഡയമെൻഷൻ ഉപയോഗിച്ച് വരച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പാരലൽ ലൈൻ ട്രേസുകളായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാരലൽ ലൈറ്റ് റേസുകൾ വരും. സോ ലൈറ്റ് റേസുകൾ ഇവിടെ ഈ ഇമേജിന് തട്ടും. അതിൻ്റെ ഒരു വ്യൂ അതിൻ്റെ പുറകിൽ നമുക്ക് കിട്ടും. ആ വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? അതാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ടിൽ നിന്ന് കാണും. അപ്പോൾ പാരലൽ ലൈറ്റ് റേസ്, ഇവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പാരലൽ ലൈറ്റ് റേസുകൾ വരുന്നു. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു ഡസ്റ്റോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്
സ്ക്രീനിലോട്ട് പാരലൽ ലൈറ്റ് റേസുകൾ വരുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. സ്ക്രീനിൽ ഒരു ഇമേജ് കിട്ടും. ദാറ്റ് ഈസ് അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കണം. അപ്പോൾ പാരലൽ ലൈറ്റ് റേസുകളാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വരുന്നത്. അത് നോട്ട് ചെയ്യും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ 3 വ്യൂസ് ആണ് നമ്മൾ പാരലൽ ലൈറ്റ് റേസ് അല്ലെങ്കിൽ പാരലൽ റേസ് ആണ്, വിഷ്വൽ റേസ് ആണ് പറയുന്നത്. സോ പാരലൽ റേസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുന്നതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്ന അതല്ല, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. അപ്പോൾ പോയിന്റ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയും നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ നമ്മളൊരു റിയൽ സ്പേസിലോട്ട് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ റിയൽ സ്പേസിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാനൊരു 2 പ്ലെയിൻസ് ഉപയോഗിച്ചിട്ട് റിയൽ സ്പേസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഇതാണ് ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റിനെ നേരെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ല. ആ ഒബ്ജക്റ്റിനെ വരയ്ക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടാനായിട്ട് നമുക്ക് പ്ലെയിൻസ് വേണം. സോ ആ പ്ലെയിനിൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ 2 പ്ലെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ 2 പ്ലെയിൻസുകൾ ഉപയോഗിച്ച്, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ആ 2 പ്ലെയിനുകൾ ഉപയോഗിച്ചിട്ട് സ്പേസിനെ, എൻ്റെ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യും, 4 ക്വാഡ്രന്റ് സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്യും, 4 സ്പേസുകളായിട്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, പുറയിലായിരിക്കും ഒബ്ജക്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇവിടെ ആണെങ്കിൽ ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ്, ഇവിടെ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ്. ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പേസിനെ നമ്മൾ 4 ക്വാഡ്രന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 ക്വാഡ്രന്റ്സ്. ദാറ്റ് ഈസ്, ഇത് നിങ്ങൾക്ക് നേരെ കാണുമ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, അതിന് നേരെ പുറകിലുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റ്, അതിന് നേരെ താഴെയുള്ളത് തേർഡ് ക്വാഡ്രന്റ്, അതിന് നേരെ ഫ്രണ്ടിലുള്ളത് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. സോ ആ 2 പ്ലെയിനുകൾ തമ്മിൽ മീറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഇന്റർസെക്ഷൻ, പ്ലെയിനിൻ്റെ ഈ ഒരു ഇന്റർസെക്ഷൻ നമ്മൾ പറയുന്നത് എക്സ് വൈ ലൈൻ എന്നാണ്. അപ്പോൾ ഞാനതൊരു വിഷ്വലി ഞാൻ വരച്ച് കഴിഞ്ഞാൽ 3D ആണ്. സോ 3D നമ്മളൊന്ന് വരയ്ക്കാൻ പോകണം. സോ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ക്വാഡ്രന്റ് സിസ്റ്റം ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം വരച്ചിട്ട്, ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം. ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് ഞാൻ ഈ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ. ദെൻ ഈ ഇരിക്കുന്ന നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP. സോ ഈ 2 റെഫറൻസ് പ്ലെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നത്. സോ ഈ 2 പ്ലെയിനുകൾ ഉപയോഗിച്ച് എൻ്റയർ ക്വാഡ്രന്റിനെ നമ്മൾ എത്ര ആയി 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ 2 പ്ലെയിനുകളും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ലൈൻ, പ്ലെയിൻ ഓഫ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ പറയുന്ന പേര് XY ലൈൻ ആണ്. സോ XY ലൈൻ. സോ ക്വാഡ്രന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഈ ഒരു സ്പേസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഈ ഒരു സ്പേസ് തേർഡ് ക്വാഡ്രന്റ്, ഈ ഒരു സ്പേസ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഇങ്ങനെ പിടിക്കുന്നു. ജസ്റ്റ് 3D ആയതുകൊണ്ട് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പേസ്, ഈ ഒരു സ്പേസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ആദ്യം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നിങ്ങൾ നോക്കി, ഈ ഒരു സ്പേസ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേളിലാണ് അല്ലേ, ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേളിലാണ്. സോ എബോവ് HP നമ്മൾ പറയും. വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഫ്രണ്ടിലാണ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയും. സോ എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. നോക്കി, എബോവ് HP ഹൊറിസോണ്ടൽ പ്ലെയിനിന് എബോവ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാം, ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേളിലും താഴെ. സോ എബോവ് HP ആൻഡ് ബിഹൈൻഡ് HP. ഇനി വെർട്ടിക്കൽ പ്ലെയിനെ വെച്ചിട്ടാണ്, വെർട്ടിക്കലാണ് പ്ലെയിൻ. സോ ആ പ്ലെയിൻ വെച്ചിട്ട് നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും, ആ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഫ്രണ്ടിലും പുറകിലും. സോ ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിഹൈൻഡ് VP. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 2 പ്ലെയിനുമായിട്ട് വിത്ത് റെസ്പെക്ട് നമ്മൾ പറയുന്നത് എങ്ങനെ പറയും, എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേളിലും വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിലുമായിട്ടുള്ള സ്പേസ്. സോ എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ ദിസ് ക്വാഡ്രന്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. പിന്നെ ജസ്റ്റ് ആരോ മാർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. എബോവ് കാണിക്കാൻ വേറെ ആരോ മാർക്ക്,
ഇൻ ഫ്രണ്ട് കാണിക്കാൻ അങ്ങോട്ടും ബിഹൈൻഡ് കാണിക്കാൻ ഇങ്ങോട്ടും ആരോ മാർക്ക് കൊടുത്തു. സോ ഇത് എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സെയിം തന്നെ, എന്താ എബോ എച്ച് പി തന്നെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ മേളിൽ തന്നെ. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പുറകിലാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. സോ ബിഹൈൻഡ് VP. സോ എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് VP. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. സോ എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് VP അതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് എന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ്. ഈ സ്പേസിനെ എങ്ങനെ പറയാൻ പറ്റും? ഹൊറിസോണ്ടൽ പ്ലെയിനിന് ബിലോ ആണ്. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിലും തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ബിലോ ആണ്. സോ ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് VP അതാണ് തേർഡ് ക്വാഡ്രന്റ്. വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിലല്ല, വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലാണ്. സോ ബിഹൈൻഡ് VP. സോ ബിലോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബിലോ എച്ച് പി ആണ് ഈ സ്പേസ്, ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെയാണ്, then it is behind VP. So third quadrant എന്ന് പറയുന്നത് it is below HP and behind VP. Below HP and behind VP. ഇനി അങ്ങനെ fourth quadrant വരുന്നത് നോക്കി ഞാൻ മനസ്സിലാവും, below HP and in front of VP. So fourth quadrant എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്പേസ് ആണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെ below HP and in front of VP. അപ്പോൾ ഇതാണ് 4 ക്വാഡ്രന്റ് സിസ്റ്റം. ആ ക്വാഡ്രന്റ് എങ്ങനെ സ്പെസിഫിക് ചെയ്യും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. ഇവിടെ കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഒരു പോയിന്റ് ഒരു ഡോട്ട്, ആ ഡോട്ടിന് നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം, അതിൻ്റെ ഡോട്ടിന്റെ ഫ്രണ്ട് വ്യൂ അങ്ങനെ വരും, ഡോട്ടിന്റെ സൈഡ് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ അങ്ങനെയാണ് വരും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ക്വാഡ്രന്റ് സിസ്റ്റം അറിയണം. ഏത് ഒബ്ജക്റ്റിനെയും നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. സോ എൻറ്റയർ സ്പേസിനെ ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 4 ക്വാഡ്രന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ദിസ് ഈസ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എബോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സ്പേസ്, എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് VP. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എഗെയിൻ എബോ എച്ച് പി തന്നെയാണ്, എബോ എച്ച് പി പക്ഷേ എന്താ ബിഹൈൻഡ് VP, വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലാണ്. തേർഡ് ക്വാഡ്രന്റ് അത് തന്നെയാണ്, ബിലോ എച്ച് പി ആണ് തേർഡ് ക്വാഡ്രന്റ്, ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയാണ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. ഈ സ്പേസ് ആണ് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയായിരിക്കും, ബിലോ എച്ച് പി ആയിരിക്കും, പക്ഷേ എങ്ങനെയായിരിക്കും? ബിഹൈൻഡ് VP ആണ്, ബിഹൈൻഡ് VP, വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലാണ്. ഫോർത്ത് ക്വാഡ്രന്റ് അഗെയിൻ 1 പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഇറ്റ് ഈസ് ബിലോ എച്ച് പി ആണ്, പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിരിക്കും. അപ്പോൾ 4 ക്വാഡ്രന്റ് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്, വെർട്ടിക്കൽ പ്ലെയിൻ, രണ്ട് പ്ലെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ വയ്ക്കുന്നത്. സോ ആ പ്ലെയിനുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഇന്റർസെക്ഷൻ ലൈൻ, ഈ ലൈനിന് പറയുന്ന പേരാണ് XY ലൈൻ. ഞാൻ ഇവിടെ 3D ലൈൻ വെച്ചൊന്ന് വരച്ചത് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഓർത്തിരിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് VP, സെക്കൻഡ് ക്വാഡ്രന്റ് എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് VP, തേർഡ് ക്വാഡ്രന്റ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് VP, ഫോർത്ത് ക്വാഡ്രന്റ് ബിലോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഈ കാര്യം ഓർത്തിരിക്കണം. ഇനിയാണ് നമ്മൾ ഓരോ ക്വാഡ്രന്റിലും പോയിന്റിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ ഡസ്റ്റർ എക്സാമ്പിൾ എടുക്കുന്നത്, ഈ ഡസ്റ്ററിന്റെ ഫ്രണ്ട് വ്യൂ ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ടോപ്പ് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എന്താ, നേരെ നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കാണുന്നു. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോഴോ ഇത് എക്സാക്ട്ലി മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണോ അതാണ് ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പ്, ഒബ്ജക്റ്റ് എന്താണോ അതിന്റെ ഷേപ്പിനനുസരിച്ച് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരുന്നത്. അതേസമയം പോയിന്റ്സിനോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡോട്ടാണ്. ഒരു ഡോട്ട് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ആ ഡോട്ട് എവിടെയാണോ വരുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരുപോലെ തന്നെ ആയിരിക്കും. ഡോട്ട് തന്നെ എടുത്ത് ഫ്രണ്ട് വ്യൂ നോക്കിയാലും ഡോട്ടായിട്ടാണ് കാണുന്നത്, ടോപ്പ് വ്യൂ നോക്കിയാലും നിങ്ങൾ ഡോട്ടായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ഓരോ ക്വാഡ്രന്റ് വെച്ചിട്ട് പോയിന്റ്സിന്റെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോയിന്റിന്റെ പ്രൊജക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എൻറ്റയർ ക്വാഡ്രന്റിൽ നമ്മൾ എൻറ്റയർ സ്പേസിൽ നമ്മൾ 4 ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, പോയിന്റ്സിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ ഒബ്ജക്റ്റ് ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇപ്പോൾ ഒരു ചോക്ക് പീസ് ആണെങ്കിൽ ഈ ചോക്ക് പീസിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നേരെ പ്രൊജക്ട് ചെയ്യാൻ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും. നമ്മുടെ VP-യിൽ ഫ്രണ്ട് വ്യൂ കിട്ടും, നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടും. ദെൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ HP ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഈ പോയിന്റിന്റെ ഈ ചോക്കിന്റെ ടോപ്പ് വ്യൂ മേളിൽ നിന്ന് പ്രൊജക്ട് ചെയ്താൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ നോക്കി
ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ പറ്റും. ടോപ്പ് വ്യൂ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. അപ്പോൾ നമുക്കിത് വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ എന്താണ്, ഫ്രണ്ട് വ്യൂ കിട്ടിയ ഇമേജ് എന്താണ്, ടോപ്പ് വ്യൂ കിട്ടിയ ഇമേജ് എന്നുള്ളത് നമുക്ക് 3D ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലേ. ഫ്രണ്ട് വ്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ പറ്റില്ല. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ജസ്റ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും, നേരെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നോക്കി ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും, ഈ ചോക്കിന്റെ ഇമേജ് ഫ്രണ്ട് വ്യൂ ഉണ്ടാവും, എന്താണോ ആ ഷേപ്പുകളുണ്ട്. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. സോ നേരെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ താഴെയായിട്ട് കിട്ടും. സോ ഫ്രണ്ട് വ്യൂ മേളിലും ടോപ്പ് വ്യൂ താഴെയും, നടുക്ക് നമ്മുടെ XY ലൈൻ ഇന്റർസെക്ഷൻ അല്ലെ, പ്ലെയിനിന്റെ ഇന്റർസെക്ഷൻ ലൈനായ XY ലൈൻ നമുക്ക് നടുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും, ടോപ്പ് വ്യൂ ഓൾവേസ് നമുക്ക് കിട്ടുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. സോ HP-യിൽ കിട്ടിയ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയത് താൻ ടോപ്പ് വ്യൂവിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്താൽ XY ലൈനിന്റെ മുകളിലായിട്ട് ഫ്രണ്ട് വ്യൂ, XY ലൈനിന് താഴെയായിട്ട് ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ ഞാനത് റിയൽ കേസിൽ ഒന്ന് വരച്ച് കാണിച്ചത്. അപ്പോൾ ഞാൻ കോർഡിനേറ്റ് സിസ്റ്റം ജസ്റ്റ് പറയുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് വരച്ച് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ 3D ആയിട്ട് ജസ്റ്റ് വരയ്ക്കുകയാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് മനസ്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം എനിക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. പോയിന്റിന്റെ പേര് പോയിന്റ് എ എന്നാണ് വിചാരിച്ചു. സോ പോയിന്റ് എ ദാറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ ഇവിടെ ഒരു ഒബ്സർവർ അതിനെ നോക്കുകയാണ്. പോയിന്റ് എ വിസിബിൾ ആയിട്ട് നോക്കുന്നു. പോയിന്റ് എ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും പോയിന്റ് എയുടെ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒരു 30 mm മേലോട്ടാണ് പോയിന്റ് എന്ന് വിചാരിക്കുക. ദെൻ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും പോയിന്റ് എയുടെ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒരു 40 mm ഇൻ ഫ്രണ്ട് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എ ഇവിടെ ഒരാൾ നോക്കും. പോയിന്റ് എ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പോയിന്റ് എയുടെ ഒരു ഇമേജ് ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഓക്കെ, സോ പോയിന്റ് എയുടെ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ ഡാഷ്. അപ്പോൾ പോയിന്റ് എ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഡാഷ്. പോയിന്റിന്റെ പേര് ബി ആണെങ്കിൽ സ്മോൾ ലെറ്റർ ബി ഡാഷ് ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂവിനെ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ലെറ്റർ ഉപയോഗിച്ചിട്ട്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് ഡാഷ് ഉണ്ടാക്കി. സോ പോയിന്റ് എയുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടി എ ഡാഷ് എന്ന് പറയുന്നത്. നമ്മുടെ XY ലൈൻ നോക്കിക്കഴിഞ്ഞാൽ XY ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മേലോട്ടാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് 30 mm ആണ് ഈ വാല്യൂ എന്നുണ്ടെങ്കിൽ അതേ ഹൈറ്റിൽ തന്നെയായിരിക്കും 30 mm മേലോട്ട് മാറിയായിരിക്കും പോയിന്റ് എ ഡാഷ്. ഇനി പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ ഒരാൾ മേളിൽ നിന്ന് നോക്കുന്നു. പോയിന്റ് എ മേളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാണ്. സോ മേളിൽ നിന്ന് നോക്കുമ്പോൾ പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ നമുക്ക് നേരെ പ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പോയിന്റ് എയുടെ ഒരു ടോപ്പ് വ്യൂ കിട്ടും. സോ represented as small letter a. So this is top view and a dash. This is front view. അപ്പോൾ നോക്കി ടോപ്പ് വ്യൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോയിന്റ് എ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചായിരിക്കും. പോയിന്റ് ബി ആണെങ്കിൽ ടോപ്പ് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ബി. പോയിന്റ് സി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എസ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ എല്ലാം ആ ലെറ്റർ സ്മോൾ ലെറ്റർ ഡാഷ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ടോപ്പ് വ്യൂവിനെ എല്ലാം സ്മോൾ ലെറ്റർ എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ ഡാഷ് ഇല്ലാതെ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റിന്റെ പ്രൊജക്ഷൻ ചെയ്യുന്നത്. സോ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്, ടോപ്പ് വ്യൂ എ ബി, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൺസിഡർ പോയിന്റ് എ ആയതുകൊണ്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ്, ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി സ്മോൾ ലെറ്റർ എ. ഇനി നോക്കിയേ, ഇത് 40 mm ഇൻ ഫ്രണ്ട് ആണെന്നാണ് നമ്മൾ വാല്യൂ പറഞ്ഞത്. സോ സെയിം 40 mm ആണെങ്കിൽ XY ലൈനിൽ നിന്ന് 40 mm ഫ്രണ്ടിലോട്ട് മാറിയായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ എയും കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ കിട്ടി പ്രൊജക്ഷൻ കിട്ടി, എ ഡാഷ് കിട്ടി, ഫ്രണ്ട് വ്യൂ കിട്ടി, സ്മോൾ ലെറ്റർ എ ടോപ്പ് വ്യൂ കിട്ടി. നമുക്ക് എ ഡാഷ് ബി ആണ് വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് പോയിന്റ് എ ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഇത് 3D ചെയ്യാം. നമുക്ക് 2D-ലോട്ടൊക്കെ ഞാൻ ഓൾവേസ് പറഞ്ഞത് എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ
ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. നോക്കി, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഇതിങ്ങനെ താഴോട്ട് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ പുറകിലുള്ള സംഭവം നേരെ മേലോട്ടും പോകും. അങ്ങനെയാണ് നമുക്ക് 2D ആയിട്ട് കിട്ടുന്നത് അല്ലേ? ഇപ്പം നമുക്ക് ഫ്രണ്ട് വ്യൂടെ ടോപ്പ് വ്യൂടെ ആയിട്ട് കിട്ടും. സോ പോയിന്റ് എ ഇവിടെ ഉണ്ടായിരുന്നു, ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, ടോപ്പ് വ്യൂ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങനെ ടോപ്പ്. അപ്പോൾ അതിനെ നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നേരെ റൊട്ടേറ്റ് ചെയ്യണം, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് പ്ലെയിനിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും, നേരെ ഇവിടെ താഴെയായിട്ട് നമുക്ക് ആ പോയിന്റ് കിട്ടും. സോ ദിസ് പോയിന്റ് നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും. സോ ആ പോയിന്റിന്റെ പേര് എ, നമ്മുടെ ടോപ്പ് ഇവിടെ ആയിട്ട് കിട്ടി. എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? സോ ഇത് 40 ആണെങ്കിൽ അത്രയും 40 ഡിസ്റ്റൻസ് താഴോട്ട് മാറിയായിരിക്കും കിട്ടുന്നത്. ഈ ഡിസ്റ്റൻസ് ചെയ്യുന്നല്ലേ 40 തന്നെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ 40 റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നേരെ താഴെയായിട്ട്. അപ്പൊ നോക്കിയേ, XY ലൈനിൽ നിന്ന് 30 മേലോട്ട് മാറി നമുക്ക് ഏകദേശം XY ലൈനിൽ നിന്ന് 40 താഴോട്ട് മാറി നമുക്ക് A കിട്ടും. സോ നമുക്ക് പ്രൊജക്ഷൻ ഈസിലി നമുക്ക് വരയ്ക്കാം. സോ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ XY ലൈൻ വരയ്ക്കുക. നമ്മുടെ XY ലൈൻ വരയ്ക്കുക. സോ ഞാൻ ഇവിടെ XY ലൈൻ വരച്ചു. then പ്രൊജക്ഷൻ നമുക്ക് അറിയാം. നോക്കിയേ, XY ലൈൻ 30 ആകുമ്പോൾ മേലോട്ട് മാറിയാണ് നമ്മുടെ A' ഫ്രണ്ട് വ്യൂ. സോ ഞാൻ എന്ത് ചെയ്തു? XY ലൈനിൽ ഒരു ലൈറ്റ് വെർട്ടിക്കൽ ലൈൻ പ്രൊജക്ടർ ലൈൻ വരച്ചു. എവിടെയെങ്കിലും നൽകാതെ നമുക്ക് വരയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. സോ XY ലൈൻ നൽകാതെ വരച്ചു. എത്ര ഡിസ്റ്റൻസ് കിട്ടണം? 30 mm. സോ 3 സെന്റിമീറ്റർ മേലോട്ട് മെഷർ ചെയ്തു, ഒരു ഡോട്ട് കൊടുത്തു, മാർക്ക് ചെയ്തു. ഇറ്റ് ഈസ് A' ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് വ്യൂ. ഇനി ടോപ്പ് വ്യൂ സെയിം പ്രൊജക്ടർ ലൈനിൽ നേരെ XY ലൈനിൽ നേരെ താഴോട്ട് 40 ഡിസ്റ്റൻസ് മാറി. സോ 10, 20, 30, 40 ഡിസ്റ്റൻസ് താഴോട്ട് മെഷർ ചെയ്യുന്നു, ഒരു ഡോട്ട് കൊടുക്കുന്നു, മാർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് പോയിന്റ് എ, ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ. ഇതായിരുന്നു പോയിന്റ് എയുടെ പ്രൊജക്ഷൻ. പോയിന്റ് എ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് 30 mm above HT ആയിട്ടും 40 mm in front of VP ആയിരുന്ന പോയിന്റ് എ. 30 mm HT, 40 mm in front of VP ആയിരുന്ന പോയിന്റ് എയുടെ പ്രൊജക്ഷൻ ആണ് നമ്മളിപ്പോൾ വരച്ചത്. പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ നമ്മൾ ചെയ്തു അതിന്റെ പ്രൊജക്ഷൻ വരച്ചു. ഇനി ഇതിന്റെ ഡയമെൻഷൻ കൂടെ ചെയ്യണം. സോ ഡയമെൻഷന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. സോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് പ്രോപ്പറായി ഡയമെൻഷൻ ചെയ്യുന്നത്. സോ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു, ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു, മിഡിലായിട്ട് വാല്യൂസ് A'30 mm 30, പ്രൊജക്ടർ ലൈൻ, ഡയമെൻഷൻ ലൈൻ, മിഡിലായിട്ട് വാല്യൂ ഈസ് 40. സോ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് എ. പോയിന്റ് എയുടെ ഫ്രണ്ട് വ്യൂ, പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ. നമ്മുടെ സൈഡ് വരച്ചിട്ടില്ല, ഫ്രണ്ട് വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ് വരച്ചത്. ദാറ്റ് ഈസ് പോയിന്റ് എ 30 mm above HP and 40 mm in front of VP ആയിട്ടുള്ള ഒരു പോയിന്റ് എ, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു പോയിന്റ് എയുടെ പ്രൊജക്ഷൻ നമ്മൾ വരച്ചു. എങ്ങനെ വരച്ചു? പോയിന്റ് എ നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ നോക്കി ഡയമെൻഷൻ കൊടുത്തു, then ഫ്രണ്ട് വ്യൂ A' കിട്ടും, എത്ര ഡിസ്റ്റൻസ് ആണ് നോക്കി, ടോപ്പ് വ്യൂ കിട്ടും, ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അതിനനുസരിച്ച് ഇത് എവിടെ പോകുന്നു മനസ്സിലാക്കി നമ്മൾ ആ പ്രൊജക്ഷൻ വരച്ചു. ഇതാണ് പോയിന്റ് എയുടെ പ്രൊജക്ഷൻ. സോ നിങ്ങൾ ഈ 3D വ്യൂ അതിന്റെ കൂടെ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനോടെ ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് നോക്കി വെച്ച് വരയ്ക്കും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 4 ക്വാഡ്രന്റിലെ ഇങ്ങനെ വരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ നമുക്ക് വരയ്ക്കാം. സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ വേണ്ട ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ടുള്ള ഈ ക്വസ്റ്റ്യന്റെ ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എ, ക്യാപിറ്റൽ ലെറ്റർ എ, which is 30 mm above HT and 40 mm in front of VP. Draw the projection of a point A which is 30 mm above HP and 40 mm in front of VP. നമ്മൾ എന്ത് ചെയ്തു? 30 mm above HP എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേളിൽ, അപ്പോൾ above HP in front of VP എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എന്നുള്ളത് അറിയാം. സോ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ വരച്ചു, പോയിന്റ് ഡയമെൻഷൻ വെച്ച് മാർക്ക് ചെയ്തു, പ്രൊജക്ഷൻ മാർക്ക് ചെയ്ത് നോക്കി, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് എ. ഓക്കെ ആണോ? ഇനി ഇതേപോലെ നമ്മൾ അടുത്ത സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും, അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വരച്ചു വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ക്വാഡ്രന്റും കഴിയുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ സെക്കൻഡ് ക്വാഡ്രന്റ്, അപ്പോൾ പോയിന്റ് എയുടെ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പോയിന്റ് എയുടെ ക്വസ്റ്റ്യൻ സൈഡിലോട്ട് എഴുതിയതാണ്. പോയിന്റ് എ നമ്മൾ പറഞ്ഞത് 30 mm above HP and 40 mm in front
എഴുതിക്കോളൂ. സെക്കൻഡ് ക്വാഡ്രന്റിലെ വാല്യൂസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ട് കോമൺലി പറയാം. സോ സെക്കൻഡ് ക്വാഡ്രന്റ്, draw the projection of point B. Draw the projection of a point B, which is draw the projection of point B, which is 40 mm above HP and 20 mm behind VP. 40 mm behind VP can not arrow കൊടുത്തു. In front of VP ആണ്. above HP മേലോട്ട് representation കൊടുത്തില്ല. So draw a projection of point B, which is 40 mm above HP and 20 mm behind V. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പോകും. നമ്മൾ വീണ്ടും നമ്മുടെ 2D കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുന്നു. ഓക്കേ, സോ നമ്മൾ പഴയ കോർഡിനേറ്റ് സിസ്റ്റം വീണ്ടും എടുത്തു വെച്ചു. പഴയ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു. സോ നമ്മുടെ x y. ഇനി ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഏത് ക്വാഡ്രന്റിലാണ് 40 mm above HP. നോക്കി, above HP and behind VP. above HP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റോ സെക്കൻഡ് ക്വാഡ്രന്റോ വരാം. behind VP എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാ? നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് വരില്ല. ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ ഓർത്തിരുന്നോ? ക്വാഡ്രന്റ് സിസ്റ്റം ഓർത്ത് വെക്കണം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിഷ്വൽ വെച്ചിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ above HP in front of VP എന്നാണ് ചേർന്ന് നോക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ above HP and behind VP. തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴെ. So below HP and behind VP. ഫോർത്ത് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് is below HP and in front of VP. ഈ കാര്യം നോക്കിയിട്ടാണ് ക്വാഡ്രന്റ് സിസ്റ്റം കേസ്. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കി, 40 mm above HP and 20 mm behind VP. 40 mm above HP എന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ മേൽ ഫസ്റ്റോ സെക്കൻഡോ ക്വാഡ്രന്റ് ആകാം. then 20 mm behind VP. behind VP എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ്? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത് അല്ലേ? behind VP ആകുമ്പോൾ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെയാണ് ഈ സംഭവം വരാൻ പോകുന്നത്. സോ ഞാൻ ആ ക്വാഡ്രന്റ് വലുതായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ആ ക്വാഡ്രന്റ് വലുതായിട്ട് വരച്ചതേ ഉള്ളൂ. സോ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് B വരുന്നത്. സോ ഇവിടെ മാർക്ക് ചെയ്യുന്നു പോയിന്റ് B. ഇവിടെ മാർക്ക് ചെയ്തു പോയിന്റ് B. ദിസ് ഈസ് പോയിന്റ് B. ഇനി അതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തു. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. 20 mm ബിഹൈൻഡ് ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും എത്രയാണ്? 40 mm മേലോട്ട് മാറിയാണ്. 40 mm above ആണ്. സോ അഗൈൻ ഒബ്സർവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നോക്കുന്നു, ഒരു ട്രാൻസ്പെറന്റ് സ്ക്രീൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ട്രാൻസ്പെറന്റ് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. Sorry for the inconvenience. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് പോയിന്റ് B 20 mm behind and 40 mm above HP എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ ഒരാൾ നോക്കി ഒരു ട്രാൻസ്പെറന്റ് സ്ക്രീൻ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഈ പോയിന്റ് ബിയുടെ ഒരു ഫ്രണ്ട് വ്യൂ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിലാണ് എപ്പോഴും ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും എപ്പോഴും നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. അപ്പോൾ പോയിന്റ് ബിയുടെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടി. സോ സ്മോൾ ലെറ്റർ B dash front view ആവുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ B ആൻഡ് ഡാഷ് കൂടെ കൊടുത്തു ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട്. then അതേപോലെ തന്നെ ടോപ്പിൽ നിന്ന് ഒരാൾ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ കിട്ടി. സ്മോൾ ലെറ്റർ B ടോപ്പ് വ്യൂ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ B. so this is front view, this is top view അല്ലേ? അപ്പോൾ നോക്കി ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. ഇത് 40 mm above ആണെങ്കിൽ x y ലൈനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും? 40 mm above തന്നെയായിരിക്കും B dash. ഇത് 20 mm behind ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? 20 mm തന്നെ ആയിരിക്കും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകും. എപ്പോഴും എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇത് താഴോട്ട് വരും, ഇത് മേലോട്ട് വരും. സോ ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് മേലോട്ടാണ്. അപ്പോൾ B dash ഒന്നും പ്രത്യേകത വരത്തില്ല. നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കി. സെക്കൻഡ് ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് സിസ്റ്റം നോക്കി. ഈ ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ഇതാണ്. നമ്മുടെ ബി ഡാഷിന്റെയും ബി ഇവിടെയാണ് കിട്ടിയ ടോപ്പ് വ്യൂ. നോക്കി ബി ഡാഷിന് ഒരു പ്രത്യേകത, ഇവിടെ കിട്ടിയ ബി ഡാഷിന് ഒരു കുഴപ്പമില്ല, ഈ ബി ഡാഷിന് ഒരു കുഴപ്പം വരില്ല. പക്ഷേ ഇവിടെ കിട്ടിയ നമ്മുടെ ബി ടോപ്പ് വ്യൂ, ഇവിടെ കിട്ടിയ ബി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ ലൈനിന്റെ മുകളിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലാവും. ഇത് താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് മേലോട്ട് പോകും. സോ മേലോട്ട് പോകുമ്പോൾ ഈ ബി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത് ഈ സെയിം ലൈനിൽ ഇവിടെ നമുക്ക് കിട്ടും. കാരണം ഇത് 20 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും എത്ര തന്നെയായിരിക്കും, 20 ആയിട്ട് തന്നെ കിട്ടും. കാരണം മറ്റേത് 40 ആണ്, ഇത് 20. അപ്പൊ ബി ഡാഷ് വീണ്ടും ബി എന്ന് പറയുന്നത് 20 എന്ന വേലുമായിട്ട് എക്സ് ആയിട്ട് വേറായിട്ടായിരിക്കും രണ്ടും കിട്ടുന്നത്. സോ നമ്മൾ അതിന്റെ പൊസിഷൻ വരയ്ക്കാൻ പോകാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്താ? സോ ഫസ്റ്റ് നമ്മുടെ അടുത്തത്തെ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. എക്സ് വൈ ലൈൻ വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്രൊജക്ഷൻ വരയ്ക്കാൻ പോവാണ്. സോ പ്രൊജക്ഷൻ ലൈൻ വരച്ചു, മാർക്ക് ചെയ്തു. ബി ഡാഷ് എത്ര ഡിസ്റ്റൻസ് ആണ്? 40 mm മേലോട്ട് മാറിയാണ്. 40 എബോ ഇസ് 40 ആണ്. സോ 40 mm മേലോട്ട് മാറി പോയിന്റ് കൊടുത്തു. ബി ഡാഷ് വ്യൂ, ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് ലൈനിന് മേളിൽ തന്നെ വരുന്നത്. പക്ഷെ എത്ര ഡിസ്റ്റൻസ് ആണ്? 20 mm ഡിസ്റ്റൻസ്. സോ എക്സ് ലൈനിന് 10 20, ഇത് 40 mm അതിന്റെ മിഡിലായിട്ട്. സോ 20 mm ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് കിട്ടി? ബി കിട്ടി. നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ. സോ ഇവിടെ നമുക്ക് ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാം. സോ റെപ്രസെന്റേഷൻ ഡയമെൻഷൻ ലൈൻ കൊടുക്കുന്നു. ദിസ് ഈസ് 20, ദിസ് ഈസ് 4. സോ ഇതാണ് പ്രൊജക്ഷൻ സെക്കൻഡ് ക്വാഡ്രന്റിലെ നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ദാറ്റ് ഈസ് 40 mm above HP and 20 mm behind the VP എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രൊജക്ഷൻ. അപ്പോൾ ഇതും ഒന്ന് പോസ് ചെയ്തിട്ട് ഈ സ്കീമാറ്റിക് ഡയഗ്രം ആദ്യം വരയ്ക്കുക, റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ ഫൈനൽ ആൻസർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. ടോട്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം വരച്ചാൽ മതി. ഇതല്ല നമ്മുടെ ആൻസർ. ഇത് ഞാൻ ആ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. 4 ക്വാഡ്രന്റുകൾ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് വരയ്ക്കാൻ നമുക്ക് ഡയറക്റ്റ്ലി ഈ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ നോക്കി വരയ്ക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. അത് എളുപ്പമാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യും, സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് ചെയ്തു. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വാഡ്രന്റിലെ ഒരു പ്രോബ്ലം ചെയ്യാം. സോ തേർഡ് ക്വാഡ്രന്റ് ഫസ്റ്റ് ടൈം പോകാം. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് സി. സോ തേർഡ് ക്വാഡ്രന്റിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് പോയിന്റ് സി ആണ്. സോ ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് സി. സോ പോയിന്റ് സി which is 25 mm below HP and 30 mm below HP എന്ന് പറഞ്ഞാൽ തേർഡ് ഓഫ് ഫോർത്തോ വരാം. and 30 mm behind VP. so behind VP ആകുമ്പോൾ നമുക്ക് ഏത് ക്വാഡ്രന്റ് മനസ്സിലാവും? തേർഡ് ക്വാഡ്രന്റ്. below HP and behind VP തേർഡ് ക്വാഡ്രന്റ് ആണ്. so draw the projection of point C which is 25 mm below HP and 30 mm behind VP. Okay, അപ്പോൾ പോയിന്റ് സി again നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം ഞാൻ വരയ്ക്കുന്നു. ക്വാഡ്രന്റ് സിസ്റ്റം ഇല്ലാതെ ഒരു പരിപാടിയില്ല. സോ ക്വാഡ്രന്റ് സിസ്റ്റം വരയ്ക്കുന്നു. നമുക്ക് വേണ്ടത് ഇക്വേഷൻ വേണ്ടത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ്. സോ തേർഡ് ക്വാഡ്രന്റിൽ ഞാൻ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് സി. പോയിന്റ് സി ഇതാണ് പോയിന്റ് സി. പോയിന്റ് സി. ഈ പോയിന്റ് സി ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് താഴോട്ട് എത്ര ഡിസ്റ്റൻസ് മാറിയാ? 25 mm below HP. സോ ഈ വാല്യൂ 25. ദെൻ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര പുറകോട്ട് മാറിയാണ്? പുറകോട്ട് മാറി. നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ VP, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP. ഓക്കേ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് വെർട്ടിക്കൽ പ്ലെയിനിൽ എത്ര ഡിസ്റ്റൻസ്? 30 mm behind ആണ്. സോ ഈ വാല്യൂ 30. again നമ്മൾ ഒബ്സർവർ നോക്കുന്നു. സോ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യും. പോയിന്റ് സിയുടെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്തു. നമുക്ക് ഇവിടെ കിട്ടും വെർട്ടിക്കൽ പ്ലെയിനിൽ. അത് നോക്കുമ്പോൾ ട്രാൻസ്പെറൻസി ഇങ്ങനെയാണ്. പോയിന്റ് സി അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ പോയിന്റ് സി എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് സ്മോൾ ലെറ്റർ സി ഡാഷ്. നമുക്ക് എക്സ് വരെ അതിന്റെ താഴെയാണ് സി ഡാഷ് വന്നത്. ഇനി പോയിന്റ് സിയുടെ ടോപ്പ് വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റിന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും, ഒരു ഇമേജ് കിട്ടും. സോ പോയിന്റ് സിയുടെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ സി. അപ്പോൾ ഇത് പോയിന്റ് സി ഡാഷ്. പോയിന്റ് സി 25 mm ബിലോ ആണ്.
സോ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴെങ്ങനെയാണ് വെർട്ടിക്കൽ പ്ലെയിൻ പ്രശ്നമൊന്നുമില്ല, സി ഡാഷ് നമുക്ക് താഴെ തന്നെ കിട്ടും. റൊട്ടേറ്റ് ചെയ്തത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. സി വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ സി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് നേരെ മുകളിലായിട്ട് നമുക്ക് പോയിന്റ് സി നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടും. സി ഡാഷ് നമുക്ക് സോ ഇത് 30 ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതെല്ലാം 30 ഡിസ്റ്റൻസ് ആണെങ്കിൽ സോ ദിസ് വാല്യൂ ഈസ് നോക്കി xy ലൈനിൽ നിന്ന് 30 മേലോട്ട് എടുത്താൽ സി ടോപ്പ് വ്യൂ കിട്ടും. xy ലൈനിൽ 20 താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ സി ഡാഷ് കിട്ടും. അതാണ് നമ്മുടെ ഫൈനൽ പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ പ്രൊജക്ഷൻ ഞാൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കാൻ പോവാണ്. സോ നോക്കി, ഇതായിരുന്നു നമ്മുടെ തേർഡ് ക്വാഡ്രന്റ്. ഇതായിരുന്നു നമ്മുടെ തേർഡ് ക്വാഡ്രന്റ്. സോ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. സോ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ക്വാഡ്രന്റ്, ഇവിടെ ഇരിക്കുന്ന പോയിന്റ് ഏതാണോ, ഈ ക്വാഡ്രന്റിൽ ഇരിക്കുന്ന പോയിന്റ് ഏതാണോ അതിന്റെ ഒരു ഇമേജ് ഇവിടെ കിട്ടും. സോ വെർട്ടിക്കൽ പ്ലെയിനെ കിട്ടുന്ന ഇമേജ് ഇവിടെ ഫ്രണ്ട് വ്യൂവിന് ഒരിക്കലും പ്രശ്നം വരില്ല. ടോപ്പ് വ്യൂ ആണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ടോപ്പ് വ്യൂ എപ്പോഴും കിട്ടുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനില്ല, മേളിൽ നോക്കുമ്പോൾ താഴെയാണ് ഒബ്ജക്റ്റ് താഴെയാണ് ഇരിക്കുന്നതെങ്കിലും മേളിൽ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഒരു ഇമേജ് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. അപ്പോൾ ഈ പ്ലെയിനെ കിട്ടുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫ്രണ്ടിൽ കിട്ടുന്നതെല്ലാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും, ഈ പുറകിൽ വരുന്നതെല്ലാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മേളിലായിട്ട് കിട്ടും. കാരണം ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ട് എന്താ? ഞാൻ താഴോട്ട് പോകുന്നു, ഈ പാർട്ട് മേളിലോട്ട് പോകുന്നു. എക്സ് ലൈനിന് ഫ്രണ്ടിലുള്ളതെല്ലാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ വരും, വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലുള്ളതെല്ലാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേളിൽ പോകും. ഇതാണ് കൺസെപ്റ്റ്. കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. സോ സി ഡാഷ് കിട്ടി. സോ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കാൻ പോകണം. സോ പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. എക്സ് വൈ ലൈൻ അടുത്ത ലൈൻ പ്രൊജക്ടർ ലൈൻ വരച്ചു. നോക്കി 30 mm മേലോട്ട് എടുത്താൽ പോയിന്റ് സി കിട്ടും. സോ 30 10 20 30 30 mm മെഷർ ചെയ്യുക. സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. മെഷർ ചെയ്താണ് മാർക്ക് ചെയ്യാൻ. സോ 30 mm മേലോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റർ സി ഈസ് ഫ്രണ്ട് വ്യൂ. ഇനി ടോപ്പ് വ്യൂ ആ സെയിം പ്രൊജക്ടർ ലൈനിൽ 25 mm താഴോട്ട് മാറ്റിയ സി ഡാഷ് കിട്ടും. സെയിം ലൈനിൽ 25 mm താഴോട്ട് മാറ്റിയാൽ നമുക്ക് സി ഡാഷ് കിട്ടും. ഇവിടെ ടോപ്പ് വ്യൂ താഴെയാണ്, ഫ്രണ്ട് വ്യൂ മേളിലാണ് വന്നത്. സോ ഡയമെൻഷൻ ചെയ്യുന്നു. പ്രൊജക്ടർ ലൈൻ dimension line this is 25, projector line dimension line this is 30. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡയമെൻഷൻ ഇങ്ങനെ എഴുതുന്നതൊക്കെയുള്ള ഞാൻ ഡയമെൻഷൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡയമെൻഷൻ ഇങ്ങനെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പോയിന്റ് സിയുടെ പ്രൊജക്ഷൻ നമ്മൾ കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് പോസ് ചെയ്യാം. തേർഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് സി, അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ റാൻഡമായിട്ട് കൊടുത്തത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 3D വരയ്ക്കുക. അതിനുശേഷം പ്രൊജക്ഷൻ നമ്മുടെ ഫൈനൽ ആൻസർ ഒന്ന് വരയ്ക്കുക. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ പെട്ടെന്ന് വരയ്ക്കാം ഒന്ന് പോസ് ചെയ്ത് ഓക്കെ. നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോവാണ്. സോ ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ അടുത്ത പോയിന്റ് പോയിന്റ് ഡി എന്നുള്ളൊരു പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുന്ന പോയിന്റ് ഉണ്ട് കേട്ടോ. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ഉണ്ട്. സോ പോയിന്റ് ഡി. സോ ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ദി പ്രൊജക്ഷൻ എഴുതുക. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ഡി വിച്ച് ഈസ് 35 mm below HP and 20 mm in front of it. That is fourth quadrant. 35 mm below HP and 20 mm in front of it. So again, we have the fourth quadrant. Then fourth quadrant system arrange. Quadrant system is the fourth quadrant. Okay. So fourth quadrant we say no. Fourth quadrant. Okay, now we have the fourth quadrant. We have the fourth quadrant. So in fourth quadrant we say. So that is fourth quadrant. So x y a fourth quadrant will point at. So point in a base on the point is D. Point in a base D now. Capital letter D or the point is the point D. So point D la question is 35 mm below HP. So horizontal plane is the 35 mm താഴോട്ട് മാറി. Horizontal plane. നമ്മുടെ vertical plane. So horizontal plane is 35 mm താഴോട്ട് മാറി. ഇനി vertical plane എത്ര ഫ്രണ്ടോട്ടാണ്? 20 mm കുറച്ച് ഡിസ്റ്റൻസ് എടുക്കും. 20 mm ഫ്രണ്ടോട്ട് മാറിയാണ് പോയിന്റ് D എന്ന്
ആയിരിക്കും 20 വരും. then ഇവിടെ താഴോട്ട് ഇത് 35 ആണെങ്കിൽ ഇതും 35 തന്നെയായിരിക്കും. സോ ഒബ്സർവ് റിവർ നോക്കുമ്പോൾ സോ അവിടെ ഒരാൾ നോക്കി കഴിഞ്ഞാൽ പോയിന്റ് ഡിയുടെ ഒരു ഫ്രണ്ട് നമുക്ക് പ്രൊജക്ട് ചെയ്ത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. സോ ദിസ് ഈസ് ഡി ഡാഷ് ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ. സോ 35 mm താഴെയാണെങ്കിൽ x y 35 mm താഴെയാണെങ്കിൽ ഡി ഡാഷ് കിട്ടും. then ടോപ്പ് വ്യൂ മേളിൽ നിന്ന് ഒരാൾ നോക്കുമ്പോഴും ഈ പോയിന്റ് ഡിയുടെ ഒരു ഇമേജ് നമ്മുടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. സോ ടോപ്പ് വ്യൂ പോയിന്റ് ഡി ദിസ് ഈസ് ടോപ്പ് വ്യൂ. ഈ റൊട്ടേഷൻ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ആണ്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, ഈ ഡി ഡാഷിന് ഒരു പ്രശ്നമില്ല, 35 mm താഴെ തന്നെ കിട്ടും. പക്ഷേ പോയിന്റ് ഡി താഴോട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ഈ പ്ലെയിൻ താഴോട്ട് പോകുന്നതനുസരിച്ച് പോയിന്റ് ഡി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. സോ ഇവിടെ ആയിരിക്കും പോയിന്റ് ഡി വരുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയായിട്ട് വരും, 20 ആയിട്ട് വരും. ഈ ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിന് 20 ആണ്. അത് മാത്രമേ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വരും. സോ ഡി ഡാഷ് എന്ന് പറയുന്നത് 35 mm താഴോട്ടും ആ സെയിം ലൈനിൽ ഡി എന്ന് പറയുന്നത് 20 mm താഴെയായിട്ടും എക്സ് ലൈൻ താഴെയായിട്ടാണ് രണ്ടും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കാൻ പോകാം. പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് സോ നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു, ദെൻ അടുത്തുള്ള പ്രൊജക്ടർ ലൈൻ വരച്ചു. ദെൻ എങ്ങനെയാണ് 35 mm താഴോട്ട് മാറ്റി ഡി ഡാഷ്. 35 mm താഴോട്ട് മാറ്റി ഡി ഡാഷ് ഫ്രണ്ട് വ്യൂ വരും. ദെൻ 20 mm താഴോട്ട് മാറ്റി നമ്മുടെ ഡി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി ആണ്. ദാറ്റ് ഈസ് പോയിന്റ് ഡി 20 mm താഴോട്ട് പോയിന്റ് ഡി. സോ ഡയമെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് 20 and this is 35. അപ്പോൾ പോയിന്റ് ഡിയുടെ പ്രൊജക്ഷനും ആയി. അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാ കോർണേഴ്സും അറിയാം. 4 കോർണറിലും വെച്ച് ഓരോ പോയിന്റ് വെച്ച് നമ്മൾ പ്രൊജക്ഷൻ വരച്ചു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ 3D വരച്ച് നമ്മൾ നോക്കി റൊട്ടേഷൻ നോക്കി നമുക്ക് ഈ പ്രൊജക്ഷൻ വരയ്ക്കേണ്ട കാര്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ 4 ക്വാഡ്രന്റിന്റെയും സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, തേർഡ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് കാണാൻ പറ്റും. സോ ഞാൻ ഓരോന്നും പെട്ടെന്ന് തന്നെ ഡയമെൻഷൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മാത്രം ഒന്ന് വരച്ച് കാണിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പോയിന്റ് എ 30 mm above HP and 40 mm in front of it. 40 mm in front of it. ഇതാണ് 40 mm in front of it. ഇതാണ് ഫസ്റ്റ്. സോ അതിന്റെ പ്രൊജക്ഷൻ നല്ല എളുപ്പമാണ്. നമുക്ക് ഈ ഡയഗ്രാമിൽ തന്നെ പെട്ടെന്ന് വരയ്ക്കാം. സോ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഞാൻ ഫൈനൽ ആൻസർ മാത്രം ഒന്ന് വരച്ച് കാണിക്കുകയാണ്. പ്രൊജക്ടർ ലൈൻ വരച്ചു. 30 mm സോ 30 mm മേലോട്ട് മാറ്റി 30 ഡിസ്റ്റൻസ് എടുത്ത് ജസ്റ്റ് ഞാൻ വാല്യൂ എഴുതുന്ന ഒരു ഡയമെൻഷൻ ആയിട്ടല്ല വെറുതെ എഴുതുന്നു അറിയാൻ വേണ്ടി. സോ 30 mm മേലോട്ട് മാറ്റി എ ഡാഷ് കിട്ടും. 40 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി. 40 mm താഴോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് എ ഫ്രണ്ട് വ്യൂ ആണ് ടോപ്പ്. പെട്ടെന്ന് തന്നെ എ ഡാഷ് വേണ്ടി പ്ലോട്ട് ചെയ്യാം. എക്സ് ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 40 mm above HP and 20 mm behind VP. 40 mm above HP and 20 mm behind VP ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പോയിന്റ് ബി ആണ്, ഇവിടെ പോയിന്റ് എ ആണ്. സോ അത് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ എക്സ് വൈ ലൈൻ വരച്ചു, ലൈൻ പ്രൊജക്ടർ ലൈൻ വരച്ചു. 40 mm above HP. സോ 40 mm മേലോട്ട് മാറ്റി 40 എടുത്തു കഴിഞ്ഞാൽ you will get a dash and 20 mm behind VP. So 20 mm behind VP എന്ന് പറയുമ്പോൾ വേഗത്തിൽ വരും. സോ ഇവിടെ നിങ്ങൾക്ക് എ വരും. So this value is 20 and this value is 40. ഡയമെൻഷൻ മാത്രം ഡയമെൻഷൻ ഞാൻ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ, അറിയാൻ ഡയമെൻഷൻ ആയിട്ട് ചെയ്തത് മാത്രം. ഓക്കെ ആണോ? സോ ഇവിടെ 40 മേലോട്ട് മാറ്റി എ ഡാഷ്, 20 മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ എ കിട്ടും. Now third question, that is that 25 mm below HP and 30 mm behind VP. 30 mm behind VP. So അത് ഞാൻ പെട്ടെന്ന് തന്നെ വരയ്ക്കുന്നു. എക്സ് വൈ ലൈൻ വരച്ചു, പ്രൊജക്ടർ ലൈൻ വരച്ചു. 25 mm below HP. So 25 mm താഴോട്ട് മാറ്റിയാൽ നിങ്ങൾക്ക്
C ആണ്. So C dash കിട്ടും 30 mm behind VP. So 30 mm behind VP മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ 30 മേലോട്ട് തന്നെ പോയിന്റ് C ഇത് 30 ഇത് 20. So ഇവിടെ C യും ഇവിടെ C dash. Front view, top view. ഇനി fourth one. Okay, fourth one. That question. Fourth one is point D ആണ്. That is 35 mm below HP and 20 mm in front of VP. So ഇത് എളുപ്പമാണ്. പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. 35 mm below HP. So 35 mm താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് D dash കിട്ടും. 20 mm in front of VP. അതും 20 താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ D കിട്ടും. So this value is 20 and this value is 35. So D dash and D. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വെച്ച് പെട്ടെന്ന് തന്നെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതിനകത്ത് നോക്കിയ പോയിന്റ് എ 30 എന്ന എബോ എച്ച് പി. അപ്പോൾ എബോ എച്ച് പി ആണ് പറയുന്നത്. എബോ എച്ച് പി ഈ ക്വസ്റ്റ്യൻ നോക്കിയ 40 എം എബോ എച്ച് പി. അപ്പോൾ എബോ എച്ച് പി നമ്മൾ നോക്കി എക്സ് വൈ ലൈനിന് മേളിലായിട്ടാണ് എ ഡാഷ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി എ ഡാഷ് അല്ല, സോറി, ഇതാണ് ബിയും ബി ഡാഷ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ എക്സ് പി 30 എം എബോ എച്ച് പി 30 എം മേലോട്ട് മാറ്റി എ ഡാഷ് മാർക്ക് ചെയ്തു, ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. ഇവിടെ അതുപോലെ 40 എം മേലോട്ട് മാറ്റി ബി ഡാഷ് മാർക്ക് ചെയ്തു. ഇവിടെ വന്നപ്പോൾ ബിലോ എച്ച് പി എച്ച് പി മാത്രം കാര്യമാണ്. ബിലോ എച്ച് പി 25 എം ബിലോ എന്ന് പറഞ്ഞപ്പോൾ 25 എം ബിലോ ആക്കി സി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ 35 എം ബിലോ എച്ച് പി എന്ന് പറഞ്ഞപ്പോൾ 35 എം താഴെ മാറ്റി ഡി ഡാഷ് മാറ്റി. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ കോമൺലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എച്ച് പി ആയിട്ടുള്ള വാല്യൂസ് അല്ല, എച്ച് പി ആയിട്ട് രണ്ട് ഡേറ്റാസ് നമുക്കുണ്ട് ഹൊറിസോണ്ടൽ ഫ്രെയിമുമായിട്ട്. എന്താ, ഒന്നുകിൽ എബോവ് എച്ച് പി ആയിരിക്കാം, അല്ലെങ്കിൽ ബിലോ എച്ച് പി ആയിരിക്കാം. എച്ച് പി ആയിട്ട് എബോവ് എച്ച് പി ആണെങ്കിൽ നമ്മൾ എക്സ് വൈ ലൈനിന് മേലോട്ട് എടുക്കും. എക്സ് വൈ ലൈനിന് മേലോട്ട് എടുക്കും. ഇവിടെ ബിലോ എച്ച് പി ആകുമ്പോൾ എക്സ് വൈ ലൈനിന് താഴോട്ട് എടുക്കും. എല്ലാം ഡാഷ് മാർക്ക് ചെയ്യണം, അതായത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് തന്നേക്കുന്ന ഡേറ്റ എല്ലാം അതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എപ്പോഴും ഓർക്കുക, ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ് എച്ച് പി ആയിട്ടുള്ള ഡേറ്റ. ഫ്രണ്ട് വ്യൂ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എ ഡാഷ്, ബി ആണെങ്കിൽ ബി ഡാഷ്, സി ആണെങ്കിൽ സി ഡാഷ്, ഡി ആണെങ്കിൽ ഡി ഡാഷ്. അപ്പോൾ ആ ഡാഷ് മാർക്ക് ചെയ്യാൻ എച്ച് പി ആയിട്ടുള്ള വാല്യൂ മാത്രം നോക്കിയാൽ മതി ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി 30 എം എബോ എച്ച് പി ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ എ ആണെങ്കിൽ എ ഡാഷ് മാർക്ക് ചെയ്യാനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് 30 എന്ന് പറയുന്ന വാല്യൂ. ഇനി അത് എബോ എച്ച് പി ആണ്. എബോ എച്ച് പി എന്ന് പറയുന്നത് എന്താ, എബോ എക്സ് വൈ ലൈൻ. എബോ എച്ച് പി ആണെങ്കിൽ എബോ എച്ച് പി ആണെങ്കിൽ എബോ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യുക. ബിലോ എച്ച് പി ആണെങ്കിൽ ബിലോ എക്സ് വൈ ലൈൻ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് എ ഡാഷ് ആണെങ്കിൽ എ ഡാഷ്, ബി ഡാഷ് ആണെങ്കിൽ സി ഡാഷ് ഏത് പോയിന്റാണോ അതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യും. ഇനി ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും നോക്കണം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി, അങ്ങനെ ടോപ്പ് വ്യൂ. ഓരോ പോയിന്റിന്റെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴും നോക്കുന്നത് വി പി ആയിട്ടുള്ള ഡേറ്റ. ഇപ്പൊ രണ്ട് ഡേറ്റ വരും. ഒന്ന് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഡേറ്റ വരും, രണ്ടാമത് ബിഹൈൻഡ് വി പി എന്ന് പറയുന്ന ഡേറ്റ വരും. Okay, so in front of VP എന്ന് പറയുന്ന ഡേറ്റ എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കി, in front of VP എന്ന് പറയുമ്പോൾ താഴെ 40 എം താഴെ ബിലോ എക്സ് വൈ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ക്വാർട്ടർ സിസ്റ്റം പറഞ്ഞപ്പോഴേ പറഞ്ഞു. നോക്കി, എത്ര ഇൻഫ്രണ്ട് ആണോ അത് ഇവിടെ കിട്ടും, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ കിട്ടും. അപ്പോൾ ഇൻഫ്രണ്ട് ആണെങ്കിൽ അത് ബിലോ ആയിരിക്കും, ബിഹൈൻഡ് ആണെങ്കിൽ, കാരണം എന്താ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക്വൈസ് റൊട്ടേറ്റ് ചെയ്യും. ബിഹൈൻഡ് ആണെങ്കിൽ ഇത് വെച്ചും ഇവിടെ വരുന്ന സാധനം റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കിട്ടും. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ബിലോ എക്സ് വൈ ലൈൻ ആ വാല്യൂ മാർക്ക് ചെയ്യുക. ബിഹൈൻഡ് വി പി ആണെങ്കിൽ എബോവ് എക്സ് വൈ ലൈൻ ആ വാല്യൂ മാർക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, വി പി 40 എം ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഏത് പോയിന്റ് മാർക്ക് ചെയ്യാം? ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം. പോയിന്റ് എ ആണെങ്കിൽ എ മാർക്ക് ചെയ്യാം. ഇത് എങ്ങനെ മാർക്ക് ചെയ്യും? ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ബിലോ എക്സ് വൈ ലൈൻ ആണ്. അപ്പോൾ എക്സ് വൈ ലൈൻ നേരെ 40 എടുത്ത് എ കൊടുക്കാൻ പറ്റും. എളുപ്പമാണ്. ഇനി അതേപോലെ നിങ്ങൾ അടുത്ത നോക്കി, ഇവിടെ നോക്കി 20 എം ബിഹൈൻഡ് വി പി. അഗൈൻ ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ പോയിന്റ് ബി മാർക്ക് ചെയ്യണം. ബി പി
ബിഹൈൻഡ് ആണ്, ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ എബോവ് നോക്കി 20 mm മേലോട്ട് മാറ്റി എക്സ് ലൈനിന് മുന്നിൽ വന്നു. ഇനി ഇവിടെ നോക്കി 30 mm ബിഹൈൻഡ് വി പി, അഗൈൻ വി പി എന്ന് പറയുമ്പോൾ പോയിന്റ് സി ആയിട്ട് സ്മോൾ ലെറ്റർ സി മാർക്ക് ചെയ്യാനാണ്, എച്ച് പി ആയിട്ടുള്ളത് സി ഡാഷ് ആണ്. അത് നോക്കി 30 mm ബിഹൈൻഡ് വി പി, ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എബോവ് എക്സ് വൈ ആണ്. അപ്പോൾ ഇവിടെ നോക്കി ബിഹൈൻഡ് വി പി എബോവ് എക്സ് വൈ, ബിഹൈൻഡ് വി പി എബോവ് എക്സ് വൈ 30 mm മേലോട്ട് മാറ്റി പോയിന്റ് സി. ഇനി പോയിന്റ് ഡി, then വി പി ആയിട്ടുള്ള സ്മോൾ ഡി മാർക്ക് ചെയ്യാം, എച്ച് പി ആയിട്ടുള്ളത് ഡി ഡാഷ് മാർക്ക് ചെയ്യാം. എപ്പോഴും എച്ച് പി ആയിട്ടുള്ള വാല്യൂ എടുത്ത് ഡാഷ് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം, വി പി ആയിട്ടുള്ള വാല്യൂ എടുത്ത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം, സ്മോൾ ലെറ്റർ ഡാഷ് ഇല്ലാത്ത പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി എച്ച് പി ആയിട്ടുള്ള മാർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, എബോവ് എച്ച് പി ആണെങ്കിൽ എബോവ് മാർക്ക് ചെയ്യാം, ബിലോ എച്ച് പി ആണെങ്കിൽ ബിലോ. എച്ച് പി യുടെ പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഒരു പ്രശ്നം, ഇൻ ഫ്രണ്ട് ആണെങ്കിൽ ബിലോ എക്സ് വൈ, ബിഹൈൻഡ് ആണെങ്കിൽ എബോവ് എക്സ് വൈ. ഇവിടെ നോക്കി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അപ്പോൾ ഡി മാർക്ക് ചെയ്യാനാണ് വി പി ആയിട്ട്. ഇത് 20 ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യണം. അത് എങ്ങോട്ട് എടുക്കും? ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ബിലോ ആയി, എക്സ് വൈ ആണെങ്കിൽ ബിലോ ആയി ഡി മാർക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഈ കാര്യം കിട്ടും. അപ്പോൾ നമ്മൾ ഇക്കാര്യം ഒന്ന് ഓർത്തിരിക്കും. ഞാൻ വീണ്ടും ഒന്ന് ഷോർട്ടായിട്ട് പറയാം, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ, ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ നമ്മൾ എച്ച് പി ആയിട്ടുള്ള ഏരിയ യൂസ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷ്, ബി ആണെങ്കിൽ ബി ഡാഷ്, സി ആണെങ്കിൽ സി ഡാഷ്, ഡി ആണെങ്കിൽ ഡി ഡാഷ്. അത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ എച്ച് പി ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എബോവ് എച്ച് പി വരാം, രണ്ടാമത്തത് ബിലോ എച്ച് പി വരാം. സോ എബോവ് എച്ച് പി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എബോവ് എക്സ് വൈ ലൈൻ ആ ഡിസ്റ്റൻസ് എടുക്കാൻ മാർക്ക് ചെയ്യണം. എബോവ് എക്സ് വൈ ഡിസ്റ്റൻസ് എടുക്കുക, എ ആണെങ്കിൽ എ ഡാഷ് മാർക്ക് ചെയ്യുക, ബി ആണെങ്കിൽ ബി ഡാഷ് മാർക്ക് ചെയ്യുക. ദെൻ ബിലോ എച്ച് പി ആണെങ്കിലോ ബിലോ എക്സ് വൈ ലൈൻ ആ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക. ഏത്? ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, സി ഡാഷ്, ഡി ആണെങ്കിൽ ഡി ഡാഷ്. അപ്പോൾ ബിലോ ആണെങ്കിൽ ബിലോ മാർക്ക് ചെയ്യുക, എബോവ് ആണെങ്കിൽ എബോവ് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്താൽ നോക്കിയാൽ മതി. ഇനി ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണെങ്കിലോ, ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഫ്രണ്ട് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എ ബി സി ഡി. ഇത് മാർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം. ഒന്ന് വി പി ആയിട്ടുള്ള വാല്യൂ നോക്കണം. അത് രണ്ട് ഓപ്ഷൻ, ഒന്ന് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഉണ്ട്, രണ്ടാമത്തെ ബിഹൈൻഡ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇൻ ഫ്രണ്ട് ആവുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് താഴ്ത്തും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഉണ്ടായിരിക്കും ബിലോ എക്സ് വൈ ലൈൻ ആ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാൻ മതി. ബിഹൈൻഡ് വി പി നടക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് ബിഹൈൻഡ് വി പി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരും. സോ എബോവ് എക്സ് വൈ ലൈൻ എടുത്ത് മാർക്ക്. ഇതാണ് കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ. ഇത് കൂടാതെ ഒരു കണ്ടീഷൻ കൂടെ വരും, അതും കൂടെ ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുകളിലും താഴെ ആയിട്ട് നിർബന്ധമില്ല, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വേണമെങ്കിൽ ആകാം. ഒരു പോയിന്റ് എച്ച് പിയിൽ കിടക്കാം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഓൺ എച്ച് പി ആണെങ്കിൽ നമ്മൾ ഓൺ എക്സ് ലൈനെ അതൊന്ന് മാറ്റി എ ഡാഷ്. അതേപോലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓൺ ബി പി, ഓൺ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓൺ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്ത് അതിന്റെ ടോപ്പ് എ മാർക്ക്. ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ എ ഡാഷ് എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യും, ഓൺ ബി പി എന്ന് പറഞ്ഞാൽ എ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യും. അത് ആയിക്കോട്ടെ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യന്റെയും പോയിന്റിന്റെ പ്രൊജക്ഷൻ ഏത് അർദ്ധരാത്രി ചോദിച്ചാലും നിങ്ങൾക്ക് റാൻഡമായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ചുമ്മാ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നോക്കി ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, പോയിന്റ് ക്യൂ, പോയിന്റ് വേറെ മാറി ക്യൂ എന്നാണ്, എ ബി സി ഒന്നുമില്ല, പോയിന്റ് ക്യൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 25 mm ബിലോ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇതെങ്ങനെ പ്രൊജക്ട് ചെയ്യണം? പോയിന്റ് ക്യൂ. ഇപ്പൊ നമുക്കറിയാം എച്ച് പി ആയിട്ടുള്ള വാല്യൂ എന്ത് മാർക്ക് ചെയ്യാൻ? പോയിന്റ് ക്യൂ ആണെങ്കിൽ നോക്കി എച്ച് പി ആയിട്ടുള്ള വാല്യൂ എല്ലാം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യണം. അപ്പൊ ഈ 25 വാല്യൂ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് വ്യൂ ക്യൂ ഡാഷ് മാർക്ക് ചെയ്യണം. വി പി ആയിട്ടുള്ള വാല്യൂ ഏത് മാർക്ക് ചെയ്യണം? ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് സ്മോൾ ലെറ്റർ ക്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതാണ്? എച്ച് പി ആയിട്ടുള്ള വാല്യൂ എബോവ് ബിലോ എച്ച് പി, ബിലോ എച്ച് പി ആണെങ്കിൽ എന്താ? ബിലോ എക്സ് വൈ മാർക്ക് ചെയ്യാൻ മതി. സൈഡിലോട്ട് എക്സ് വൈ ലൈൻ വരച്ചു, പ്രൊജക്റ്റഡ് ലൈൻ കൊടുത്തു, then 25 mm ബിലോ എച്ച് പി, ബിലോ എച്ച് പി ആണെങ്കിൽ ബിലോ എക്സ് ലൈൻ മാർക്ക് ചെയ്യാം 25 ഞാൻ താഴോട്ട് മാർക്ക് ചെയ്തു, ക്യൂ ഡാഷ് കൊടുത്തു. ഇനി ഫ്രണ്ട് പെട്ടെന്ന് തന്നെ പ്ലോട്ട് ചെയ്തു. ഇനി 30
താഴോട്ട് പോകും. അപ്പോൾ എക്സ് ലൈനിൽ ഇവിടെ വരെ 25 വന്നു. സോ താഴെ 5 എടുത്താൽ 30 വരും. സോ ഇവിടെ നമുക്ക് Q കിട്ടും. സോ പെട്ടെന്ന് തന്നെ Q ഡാഷ് എന്ന് പറയുന്നത് 25 mm ആണെങ്കിലും 25 mm ആണെങ്കിലും Q എന്ന് പറയുന്നത് 30 mm ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പോസ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്ത് നോക്കാം. അതേപോലെ സിമിലറായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നു. പോയിന്റ് H which is 30 mm above HP and 20 mm behind B. Sorry, 30 mm above HP and 20 mm in front of B. ഇതെങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ എന്തറിയാം, HP ആയിട്ടുള്ള വാല്യൂ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ, H ആകുമ്പോൾ H ഡാഷ് മാർക്ക് ചെയ്യാൻ, DP ആയിട്ടുള്ള വാല്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ, ഈ സ്മോൾ ലെറ്റർ H മാർക്ക് ചെയ്യാം. ഇനി H ഡാഷ് എങ്ങനെ മാർക്ക് ചെയ്യും? HP ആയിട്ടാണ്. സോ എബോ HP എബോ X ലൈനാണ് മാർക്ക് ചെയ്യുന്നത്. സോ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. സോ ദിസ് ഇസ് പ്രൊജക്ടർ ലൈൻ. X ലൈൻ പ്രൊജക്ടർ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? 30 mm എബോ HP എബോ X ലൈൻ തന്നെ മാർക്ക് ചെയ്യും. 30 mm എബോ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? H ഡാഷ് കിട്ടും. 30 mm എബോ എടുത്തു. സോ ഈ ഡിസ്റ്റൻസ് 33 എളുപ്പത്തിൽ തന്നെ പ്ലോട്ട് ചെയ്യും. ഇനി VP ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം. 25 mm in front of VP. In front of VP റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ പോകും അല്ലേ? in front of VP below X line താഴോട്ട് മാർക്ക് ചെയ്യാം. എത്ര ഡിസ്റ്റൻസ്? 20 മാർക്ക് ചെയ്ത് എന്ത് H ടോപ്പ് വ്യൂ. സോ X ലൈനിലെ 20 താഴോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H കിട്ടും. സോ ഈ ഡിസ്റ്റൻസ് 20. എളുപ്പത്തിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബ്രാക്കറ്റ് എഴുതാനാണ്. ഫ്രണ്ട് വ്യൂ ദിസ് ഈസ് ടോപ്പ് വ്യൂ. H ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡാഷ് ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട് വ്യൂ ആയിരിക്കും. തന്നെ റൊട്ടേഷൻ നമുക്ക് കിട്ടും. അതുപോലെ ഒന്ന് പോസ് ചെയ്ത് നോക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഇച്ചിരി പറയാൻ പോകണം. പോയിന്റ് M on HP and 20 mm in front of it. Again HP ആയിട്ടുള്ള സാധനം എടുത്ത് മാർക്ക് ചെയ്യാൻ ഫ്രണ്ട് വ്യൂ. M ആവുമ്പോൾ M ഡാഷ് മാർക്ക്. VP ആയിട്ടുള്ളത് M മാർക്ക് ചെയ്യാനാണ് വിളിക്കും. ഇനി HP ആയിട്ട് on HP നമുക്ക് on HP ആണെങ്കിൽ X Y ലൈനിൽ തന്നെ മാർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ? M ഡാഷ്. ഞാൻ ഈ പ്രൊജക്ടർ ലൈൻ X Y ലൈൻ വരച്ചു. on HP വാല്യൂ ഒന്നുമില്ല. on HP എന്ന് പറയുമ്പോൾ X Y ലൈനിൽ തന്നെ എന്ത് M ഡാഷ്. ഇവിടെ ഈ പ്രൊജക്ടർ ലൈനിൽ X Y ലൈനിൽ തന്നെ വരുന്നുണ്ട് M ഡാഷ്. ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇനി VP ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് 25 mm in front of VP. in front of VP എവിടെയാണ്? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും. സോ 25 mm താഴോട്ട് മാറ്റിയ 10 mm കാണാൻ പറ്റും. സോ ഇവിടെ ദിസ് ഈസ് 25. ഇവിടെ ഡിസ്റ്റൻസ് ഇല്ല. M ഡാഷ് X Y ലൈനിൽ വരും. M എന്ന് പറയുന്നത് 25 mm താഴോട്ട് മാറിയാണ്. സോ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാം നമുക്ക് ഈ ഒരു ഡേറ്റയിൽ കിട്ടും. ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ മതി. ആ കോട്ട സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ പോയിന്റ്സും പ്രൊജക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു കാര്യം കൂടി. അടുത്തത് പോയിന്റ് Q. Again point Q തന്നെ ഞാൻ പറയുന്നത് is 25 mm below HP and on BP. 25 mm below HP and on BP എന്നാണ്. So below HP എന്ന് പറയുമ്പോൾ Q ആയിരിക്കും. ഡാഷ് മാർക്ക് ചെയ്യാൻ. BP എന്ന് പറയുമ്പോൾ Q മാർക്ക് ചെയ്യാൻ. ഇനി മാർക്ക് ചെയ്യാൻ പോകാം. എങ്ങനെ മാർക്ക് ചെയ്യാൻ? പ്രൊജക്ടർ ലൈൻ വരച്ചു. സോറി X ലൈൻ വരച്ചു. then പ്രൊജക്ടർ ലൈൻ ലൈറ്റ് ആയിട്ട് അവിടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നത് ഡാർക്ക് ആയിട്ട് വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയ ബോർഡിൽ. ഓക്കെ 25 mm below HP. 25 mm below HP. X Y ലൈനിൽ നിന്ന് എങ്ങനെയാണ്? below HP ആണെങ്കിൽ എങ്ങനെയാണ്? below X Y ലൈൻ തന്നെ 25 mm താഴോട്ട് മാറ്റി നിങ്ങൾക്ക് Q ഡാഷ് കൊടുക്കാം. ഇനി on BP എന്നാണ് പറയുന്നത്. on BP എന്ന് പറഞ്ഞാൽ on X Y ലൈൻ തന്നെ. പക്ഷേ BP ആയതുകൊണ്ട് Q is on X Y ലൈൻ. അപ്പോൾ ഇവിടെ Q ആണ് ടോപ്പ് വ്യൂ ആണ് X Y ലൈനിൽ വരുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പ്രവർത്തനം M ഡാഷ് ഫ്രണ്ട് വ്യൂ ആയിട്ട് X Y ലൈനിൽ വരുന്നത്. M ന്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ Q ന്റെ ടോപ്പ് വ്യൂ. Q ആണ് X Y ലൈനിൽ വരുന്നത്. സോ ദിസ് ഈസ് 25 മാത്രം മാർക്ക്. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ഒന്ന് നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. HP ആയിട്ടുള്ള വാല്യൂ എല്ലാം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ ഡാഷുകൾ മാർക്ക് ചെയ്യാനാണ്. അത് എബോ HP ആണെങ്കിൽ എബോ X Y, ബിലോ HP ആണെങ്കിൽ ബിലോ
A ഫ്രണ്ട് വ്യൂ A ഡാഷ് B ഡാഷ് C ഡാഷ് മാർക്ക് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ അതായത് A B C D ടോപ്പ് വ്യൂസുകൾ മാർക്ക് ചെയ്യാൻ B ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ പ്രശ്നമുണ്ട് ഇവിടെ മേലെയാണെങ്കിൽ താഴെ പക്ഷേ ഇവിടെയല്ല ഇൻഫ്രണ്ട് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും ബിലോ x ലൈൻ ഇൻഫ്രണ്ട് ഓഫ് VP ബിലോ x ലൈൻ ബിഹൈൻഡ് VP എബോ x ലൈൻ എന്ന് പറയും ഓൺ VP ദിസ് ഈസ് ഓൺ VP ആണെങ്കിൽ ഓൺ x y ലൈനിൽ തന്നെ x y ലൈനിൽ തന്നെ ഏത് വരും ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ A B C D പ്ലസ് ഏതാണോ അതിന്റെ പേര് ആ പേര് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ആണ് ഇത്രേ ഒരു പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് കുറെ പോയിന്റ്സുകൾ ചെയ്തു നോക്കാം ഇതിന്റെ ബേസിസ് പോയിന്റ്സ് സബ്ജക്ട് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ചാപ്റ്റർ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ ലൈൻസിന്റെ ബേസിസ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് വളരെ ചുരുക്കി ഒരു പെട്ടെന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വീഡിയോ വീണ്ടും എടുത്ത് കാണുക ലൈൻസിന്റെ പ്രോബ്ലംസ് ബേസിക് ലൈൻസ് റൊട്ടേഷൻ മെത്തേഡും പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിന്റെ എല്ലാ വീഡിയോസ് യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾ അത് കാണാം കുറേ പ്രോബ്ലംസ് 10-20 ടൈപ്പ് പ്രോബ്ലംസ് മെത്തേഡ് വെച്ചിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് പ്രൊജക്ഷൻ വരച്ച വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കണ്ടു നോക്കുക അപ്പോൾ അതിന് മുമ്പ് ഈ പോയിന്റ്സ് മനസ്സിലാക്കാതെ അതിനോട് പോരുത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് അറിയാമെങ്കിൽ മാത്രമേ ഈ എമൗണ്ടുള്ള ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ചാപ്റ്റർ വിട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് കയറി വരും അപ്പോൾ അതുകൊണ്ട് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വളരെ സിമ്പിളാണ് ഇതൊരു കാര്യം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോയിന്റ് ഏത് അത്രയ്ക്ക് നിങ്ങൾ ചോദിച്ചാലും ചുമ്മാ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റും ഇത് നോട്ട് ചെയ്യാതെ നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റും അപ്പോൾ അത് ഓർത്തിട്ട് വേണം നിങ്ങൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഒന്ന് നോട്ട് എഴുതി റെഡിയാക്കി ഒന്ന് വരച്ച് പഠിക്കും ഒന്ന് നോട്ട് എഴുതി റെഡിയാക്കി വരച്ച് പഠിക്കും എന്ത് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും ഈ കാര്യം ഓർത്ത് നോക്കുക കുറേ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വരച്ച് നോക്കുക കറക്റ്റാണോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ